ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നൊരു പുതിയ സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ ഓൺ റോഡ് പാലക്കാടാണ് ടു കോയമ്പത്തൂർ. നമ്മൾ പോകുന്നത് വാരങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പം രാവിലെ തന്നെ ഏകദേശം ഒരു 7 മണിക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം അങ്കിൾ എന്നെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഇതാണ് കോയമ്പത്തൂർ എയർപോർട്ട്. ഞാൻ സ്ഥിരമായി പോകുന്നൊരു എയർപോർട്ടാണ്. എൻ്റെ ട്രാവലിംഗ് ഒക്കെ ഞാൻ അധികവും ചെയ്യുന്നത് കോയമ്പത്തൂർ അല്ലെങ്കിൽ ചെന്നൈ എയർപോർട്ടിൽ നിന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വാരങ്കലിൽ ഒരു മീറ്റിംഗ് ആവശ്യത്തിനായി പോവാണ്. നല്ല ക്രൗഡഡ് ആയിരുന്നു എയർപോർട്ട് കേട്ടോ. ഫ്ലൈറ്റ് ചെറുതായി ഡിലേഡ് ആയിരുന്നു. അങ്ങനെ ഫൈനലി ഫ്ലൈറ്റിലേക്ക് കയറി. എനിക്ക് ഇപ്രാവശ്യം അയൽ സീറ്റായിരുന്നു. കോർപ്പറേറ്റ് ബുക്കിംഗ് ആവുന്നതുകൊണ്ട് എല്ലാം മിക്കവാറും അയൽ സീറ്റായിരിക്കും ബുക്ക് ചെയ്യുന്നത്. മോസ്റ്റ്ലി അയിലും പിന്നെ ഫുഡും ഒക്കെ അവർ ബുക്ക് ചെയ്യും. ഇതാണ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടിയ ഫുഡ്. ബേസിക്കലി ഒരു സാൻഡ്വിച്ച്, ഒരു കോൺ ചീസ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ട്രാവലിംഗ് കിറ്റ്. നമുക്ക് ഓപ്ഷനിലാണ്, ഇത് വേണമെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഞാൻ ഇതെടുത്തു, അധികം കഴിക്കാത്തതുകൊണ്ട്. ഇതിനകത്തൊരു മഖാന ഉണ്ടായിരുന്നു, 2 ബിസ്കൂട്ട് ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ബിസ്ക്കറ്റ്സിനൊക്കെ അവിടുത്തെ ആൾക്കാർ ബിസ്കൂട്ട് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു പേരിലാണ്. ആട്ടയുടെ ബിസ്ക്കറ്റായിരുന്നു ഇത്. മഖാന, സോൾട്ട് ആൻഡ് പെപ്പർ ഫ്ലേവറിലുള്ള മഖാന. നല്ല ടേസ്റ്റാണിത്. ഞാൻ പക്ഷേ കഴിച്ചില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പുറത്തെടുത്തു എന്ന് മാത്രം. കണ്ടില്ല, അതിനകത്ത് എഴുതിയിരിക്കുന്നത് ശരിക്കും വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ബിസ്കൂട്ട് എന്നാണ് അതിൻ്റെ ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നവർ. ഇറ്റ്സ് എ നൊസ്റ്റാൾജിയ റിലേറ്റഡ് വേർഡ്. പിന്നെ ഈ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ സംച്വസ് ആയിരുന്നു, ഫില്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഈ വാരങ്കലിലെത്തി നമ്മൾ. ഈ വാരങ്കലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകാൻ പറ്റുന്നത് ഹൈദരാബാദിലാണ് ആദ്യം നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു വാരങ്കലില്ല. വാരങ്കലിൽ ഐ തിങ്ക് ഒരു എയർഫോഴ്സിൻ്റെ എന്തോ ചെറിയൊരു എയർ സ്ട്രിപ്പ് എന്തോ ഉള്ളൂ. ദർ ഇസ് നോ സച്ച് എയർപോർട്ട് ദർ. സോ വി ഹാവ് ടു ഗോ ടു ഹൈദരാബാദ് ഫസ്റ്റ് ആൻഡ് ഫ്രം ദർ വി ഹാവ് ടു ഹയർ എ ക്യാബ്. ഒരു റഫ്ലി 3 hours എന്തോ ഒരു ഡ്രൈവാണ്. അപ്പം ഓടിച്ചെത്തിയപ്പോൾ ഞങ്ങൾ വഴിയിലൊരു ഹോൾട്ട് എടുത്തു. എൻ്റെ കൂടെ എൻ്റെ ഒരു സീനിയറും ഉണ്ടായിരുന്നു. പുള്ളി ഞാനും കൂടി ഒരു ഹോൾട്ട് എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വഴിയിൽ കണ്ടൊരു നല്ലൊരു മോളോ ഒരു കഫേ ഏരിയ പോലെ ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഒരു കോൺ സമോസയാണ് ഓർഡർ ചെയ്തത്, പ്ലസ് ഒരു ബ്ലാക്ക് കോഫി. അങ്ങനെ ഈവനിങ്ങിലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഒഫീഷ്യൽ മീറ്റിംഗ്. ഇതാണ് ആ മീറ്റിങ്ങിൻ്റെ വെന്യൂ. ഡിന്നർ വളരെ ലൈറ്റായിട്ട് ഈ കാണുന്ന സ്റ്റാർട്ടർ പോലത്തെ സാധനം കഴിച്ചുള്ളൂ. നെക്സ്റ്റ് ഡേ ഇതെൻ്റെ റൂമാണ് കേട്ടോ. എനിക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു ഹോട്ടലായിരുന്നു. വാരങ്കലിൽ ML ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. ഒരു 200-300 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള ഒരു റൂമാണ്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ഫുൾ ഫ്ലെഡ്ജഡ് ഹോട്ടലായിരുന്നില്ല. അവിടെ ഒരു ടയർ 3 സിറ്റി ആയതുകൊണ്ട് നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടൽസ് ഫെസിലിറ്റീസ് ഒന്നും അവിടെ അവൈലബിൾ അല്ല. ഉള്ളതിൽ നല്ല ഹോട്ടലായിരുന്നു ഇത്. അപ്പോൾ ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ഒരു ഓംലെറ്റും ഒരു ടീ ആണ് ഓർഡർ ചെയ്തത്. സോ ദിസ് ഈസ് ഡേ 2 ഓഫ് അവർ മീറ്റിംഗ്. ഡേ 2ലും ഞങ്ങളൊരു സയൻറ്റിഫിക് മീറ്റിംഗ് എടുക്കാനായിരുന്നു പോയേക്കുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റെ കമ്പനിയുടെ 2 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അതിനാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോകുമ്പോൾ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു വാഷ്റൂംസ്. ഹീ ടു ദ ലെഫ്റ്റ് ബിക്കോസ് ഷീ ഈസ് ഓൾവേസ് റൈറ്റ്. അത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് എടുത്തത്. ഇത് വാരങ്കലിൽ ഞാൻ ഫീൽഡ് വർക്കിന് പോയ സമയത്ത് കണ്ട ഒരു അത് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു ബുദ്ധൻ്റെ മൂർത്തിയായിരുന്നു അത്, സ്റ്റാച്യു. പക്ഷേ എനിക്ക് പെട്ടെന്ന് കോള് വന്നു, അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ദിസ് ഈസ് 1000 pillars. ഞങ്ങൾ ഈവനിങ്ങിൽ വർക്കൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ സാറും കൂടി ഞങ്ങൾ 1000 pillars എന്ന് പറഞ്ഞൊരു ആർക്കിയോളജിക്കൽ ഏരിയയിലേക്ക്, ആർക്കിയോളജിക്കലി പ്രിസർവ്ഡ് ഏരിയയാണിത്. യുനെസ്കോൻ്റെ ഒക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെറിറ്റേജ് ഏരിയയാണിത്. 1000 pillars എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല ഭംഗിയുള്ളൊരു ടെമ്പിൾ വിസിനിറ്റി ആയിരുന്നു. ആൻഡ് ഇതിപ്പോഴും ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. ഞാൻ അധികം ഇതിനെക്കുറിച്ച് പറയുന്നില്ല, നമുക്ക് ഗൂഗിൾ അടിച്ച് നോക്കി അതൊക്കെ കാണാൻ പറ്റും. പക്ഷെ എന്നാലും എനിക്ക് ഈവനിങ്ങിൽ അവിടെ കറങ്ങാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. സോ ബേസിക്കലി ഞങ്ങളിങ്ങനെ പല സിറ്റീസിലും യാത്ര ചെയ്യും ഇന്ത്യയിൽ. സയൻറ്റിഫിക് മീറ്റിങ്സ് കണ്ടക്ട് ചെയ്യാനും പിന്നെ ഫീൽഡ് വർക്കും ചെയ്യും ഞങ്ങൾ. ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടുത്തെ ഡോക്ടേഴ്സായിട്ട് മീറ്റ് ചെയ്യാനും അവരുടെ ഫീഡ്ബാക്ക് എടുക്കാനും ഹൗ ദേ ആർ ഫീലിംഗ് അബൌട്ട് ദ കമ്പനി, ഇഫ് ദേ വാണ്ട് സം അക്കാഡമിക് സപ്പോർട്ട്, അങ്ങനെ ഞങ്ങൾ
അങ്ങനെ ചെറിയൊരു ഇത് ഫീൽഡ് വർക്കിംഗ് എല്ലാ മാസവും ഓരോരോ സ്ഥലത്തേക്ക് എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഈ മാസം ഞങ്ങൾ വാരങ്കലിൽ എത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ സാർ എന്നോട് പറഞ്ഞു വാരങ്കലിൽ ദ ഫൈനസ്റ്റ് തിങ്സ് ടു ഡൂ ഇസ് ബേസിക്കലി വിസിറ്റ് 1000 പില്ലേഴ്സ്. പിന്നെ അത്യാവശ്യം വാരങ്കൽ ഒരു നല്ല ലേഡ് ബാക്ക് സിറ്റിയാണ്, ടയർ 3 സിറ്റിയാണ്. പക്ഷേ എല്ലാ ഫെസിലിറ്റീസും എല്ലാ മോഡേൺ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ആൻഡ് ഇവിടുത്തെ ആൾക്കാരും നല്ല പെരുമാറ്റവും ഇതാണ്. ഇവിടുത്തെ ലോക്കൽ ഭാഷ ഐ തിങ്ക് തെലുങ്കാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദം ഡു അണ്ടർസ്റ്റാൻഡ് ഹിന്ദി ആസ് വെൽ. ഇതിനകത്ത് കയറിയപ്പം കണ്ടൊരു ടെമ്പിൾ വ്യൂ ആണ്. മനോഹരമായിരുന്നു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. മത്ലബ് അത്രയും വർഷത്തിന് മുന്നിൽ ആൾക്കാർ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഒരു പില്ലറോ അല്ലെങ്കിൽ ഒരു ഫുൾ ടെമ്പിൾ ആർക്കിടെക്ചർ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും പെർഫെക്ഷനോട് കൂടിയായിരുന്നു ഇത് മുഴുവൻ ചെയ്തത്. ഇതിൽ ടോട്ടലി 1000 പില്ലേഴ്സ് ഇല്ലെങ്കിലും ഇറ്റ് ഗിവ്സ് എ വെർച്വൽ അപ്പിയറൻസ്. ഒരു 1000 പില്ലേഴ്സ് ഉള്ള പോലെ നമുക്ക് തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഞങ്ങൾ എത്തുമ്പോൾ കുറച്ചൊരു ഈവനിങ് ആയിരുന്നു. വർക്കൊക്കെ ഫിനിഷ് ചെയ്തൊരു 6:30 ആ സമയത്താണ് ഞങ്ങൾ വന്നത്. 8 o'clock വരെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇത് അവിടുത്തെ ഒരു ടെമ്പിൾ പ്ലേസ് ആയിരുന്നു. അവിടെ പൂജയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനും സാറും കൂടി അകത്ത് പോയി പെട്ടെന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. ഉള്ളിൽ വീഡിയോഗ്രാഫി പെർമിറ്റഡ് ആയിരുന്നില്ല. പക്ഷെ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോഗ്രാഫി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഡേ റാപ്പ് അപ്പ് ചെയ്ത് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഒരു 4 o'clock വീണ്ടും തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടു. ക്യാബ് ബുക്ക് ചെയ്തു. പോകുന്ന വഴിക്ക് സ്ഥിരം ഒരു സ്റ്റോപ്പ് എടുത്തു. ഒരു ചായ രാവിലെ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതവിടെ ഹൈവേൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കഫേ ആയിരുന്നു. ടീ ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങളെല്ലാവരും, ഞാനും സാറും ഡ്രൈവർ ചേട്ടനും കൂടി ഒരു ചായയൊക്കെ കുടിച്ച് നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ല വരങ്കലിലെ ക്ലൈമറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പോയ 3 ദിവസം അടിപൊളി ക്ലൈമറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിലെത്തി. ചെറിയൊരു എയർപോർട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞാനും എൻ്റെ സാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സാറും ഞാനും കൂടി അത്യാവശ്യം കുറച്ച് സ്വീറ്റ്സും പിന്നെ അവിടെ ഏറ്റവും ഫേമസ് ആയ കറാച്ചി ബേക്കറിയാണ്. അപ്പോൾ കറാച്ചി ബേക്കറിയിൽ നിന്ന് കുറച്ച് കുക്കീസ് വാങ്ങി. പിന്നെ തൊട്ടടുത്തുള്ള സ്റ്റോറിൽ നിന്നും കുറച്ച് കുക്കീസൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വിട്ടത് സ്റ്റാർബക്സിലേക്ക്. സ്റ്റാർബക്സിൽ നിന്ന് ഞങ്ങളൊരു ഓരോരോ കോഫി കുടിച്ചു. അവിടെ ഏതായിരുന്നു കോഫി? ഒരു കാരമൽ ലാറ്റെ ആയിരുന്നു ഞാൻ കുടിച്ചത്. സാർ ഒരു അമേരിക്കാനോ അങ്ങനെ എന്തോ കുടിച്ചത്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞങ്ങൾ യൂഷ്വലി എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റാർബക്സ് പ്രിഫർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫ്രീ വൈഫൈയും അൺലിമിറ്റഡ് ടൈം hours of sitting is permitted there. So I really enjoy my time at Starbucks. I'm a regular at Starbucks there. ഇത് അവിടുത്തെ ഒരു സ്വീറ്റ് ഷോപ്പായിരുന്നു. നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. നല്ല മധുരമുള്ള ഒരു സ്വീറ്റ് ഷോപ്പായിരുന്നു ഇത്, ലിറ്ററലി. സോ ഇതൊരു എയർപോർട്ട് വ്യൂ ആണ്. അങ്ങനെ ബസ് വന്നു. ബസ്സിലേക്ക് ഞങ്ങൾ കയറി ഫ്ലൈറ്റിലേക്കുള്ള യാത്ര തുടങ്ങി. ഇവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു സാധനം, കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഞാൻ വാങ്ങി. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇറ്റ്സ് ആക്ച്വലി എ പേൾ ഇയറിങ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹൈദരാബാദ് പേൾ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഹൈദരാബാദിൽ വന്നപ്പോൾ വാങ്ങണം എന്ന് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. അങ്ങനെ ഞാൻ കൃഷ്ണ പേൾസ് എന്നോ അങ്ങനെ എന്തോ പേരിലുള്ള ഒരു എയർപോർട്ടിൽ തന്നെ ഉള്ളൊരു നല്ല ജ്വല്ലറിയിൽ കയറി ഒരു പേളിൻ്റെ ഇയറിങ്സ് വാങ്ങി. ഞാൻ കാണിച്ചു തരാം. ഇപ്പം മുന്നിലോട്ട് വീഡിയോയിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഫ്ലൈറ്റിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം പതുക്കെ ഒന്ന് കുറച്ച് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു വിഷ്വൽസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് പോന്നു ബസ്സിൽ.
ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണ ജുവല്ലേഴ്സ് ഡയമണ്ട് ആൻഡ് പേൾ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് അങ്ങനെ ഒറ്റ കൈ കൊണ്ട് തുറക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ഒരു കൈ എനിക്ക് അത്രയും വ്ളോഗിങ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കൈ കൊണ്ട് തുറക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, ഒരു ഹാർഡായിരുന്നു. ഇതാണ് ഇയറിങ്സ്, ചെറിയൊരു പേൾ ഡ്രോപ്പിംഗ് ഉള്ളൊരു ഇയറിങ്സ്, ഒരു ഗോൾഡിൻ്റെ ഇതും പിന്നെ അതിലൊരു ആർട്ടിഫിഷ്യൽ സ്റ്റോണും ഒരു ചെറിയൊരു പേൾ ഡ്രോപ്പിങ്ങുമായിട്ട്. തിരിച്ചു വരുമ്പോൾ ഞാൻ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഓർഡർ ചെയ്തിരുന്നത്. ഒരു പനീർ കോൺ സാൻഡ്വിച്ചും പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ബ്ലാക്ക് കോഫിയും ആൻഡ് ദറ്റ് ഹാമ്പർ. അങ്ങനെ ഞാൻ കോയമ്പത്തൂരെത്തി. ഈ ചേട്ടനോട് ഞാൻ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ, കോയമ്പത്തൂർ എനിക്ക് വളരെ ഫെമിലിയറായ സിറ്റി, ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള സിറ്റി, അപ്പോൾ ഇങ്ങനെ എൻജോയ് ഒക്കെ ചെയ്ത്. കോയമ്പത്തൂരിൻ്റെ വെതർ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കോയമ്പത്തൂർ ഈസ് എ ഡ്രീം സിറ്റി ഓണസ്റ്റ്ലി. അത്രയും നല്ല വെതറും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ക്യാബ് പിടിച്ച് ഉക്കടം ബസ് സ്റ്റാൻഡിൽ വരും. ഉക്കടം ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് പാലക്കാട് എത്താം. അല്ലെങ്കിൽ ഒരു 2000-3000 രൂപ നമ്മൾ വെറുതെ ക്യാബിന് കൊടുക്കണം. അങ്ങനെ ഞാൻ ഉക്കടം ബസ് സ്റ്റാൻഡിലെത്തി, പാലക്കാട് ബസ് പിടിച്ചു. അപ്പോൾ ഈ കാണുന്ന വ്യൂ ആണ് ഉക്കടത്തു നിന്ന് പാലക്കാടേക്ക് പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഒരു റോഡാണ്. ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് റോഡ്സ് ആണ് പാലക്കാട് ടു കോയമ്പത്തൂറുള്ള ആ ഒരു റൂട്ട്. എനിക്കൊന്ന് വെസ്റ്റേൺ ഹിൽസും അതിൻ്റെ ആ എൻഡിങ്ങും കണ്ടില്ലേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ക്യാമറ അത്രയും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, പക്ഷെ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്.